നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചർച്ച് ആക്ട് ബില്ലിന് അനുകൂലമായി ഹൈക്കോടതി പരാമർശം. പാലക്കാട് ജില്ലയിലെ പള്ളി തർക്കത്തിലാണ് നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി പരാമർശം നടത്തിയത്. സംസ്ഥാനത്തെ എല്ലാ പള്ളി തർക്കങ്ങൾക്കും കാരണം പള്ളികളുടെ ആസ്തികളാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. പള്ളികളുടെ പേരിലുള്ള സ്വത്തുക്കളാണ് തർക്കത്തിന് ആധാരമെന്നും സ്വത്തുക്കളുടെ കണക്കെടുത്ത് സർക്കാരിലേക്ക് വകയിരുത്തിയാൽ പ്രശ്നം തീരുമെന്നും കോടതി വാക്കാൽ പരാമർശം നടത്തി. വേണ്ടിവന്നാൽ എല്ലാ കേസുകളും വിളിച്ചുവരുത്തി ഉത്തരവിറക്കാൻ മടിക്കില്ലെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ഈ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജസ്റ്റിസ് പി ഡി രാജൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നിലാണ് ഹർജി എത്തിയത്. പള്ളിത്തർക്കങ്ങൾക്ക് ആസ്തികളാണ് കാരണമെന്നും കോടതി പറഞ്ഞു. പള്ളികളുടെ സ്വത്തുവകകളും കുമിഞ്ഞുകൂടുന്ന ആസ്തിയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ചീഫ് സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയമിച്ച് റിസീവറെ നിയോഗിച്ച് ആസ്തിവകകൾ സർക്കാരിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിലൊരു ഉത്തരവിറക്കാൻ മടിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ചർച്ച് ആക്ട് ബില്ലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ ഇതിനോട് എന്തു പറയുമെന്ന് ഇനിയും അറിയില്ല. ക്ഷേത്രങ്ങൾക്ക് ദേവസ്വം ബോർഡും മുസ്ലിം പള്ളികൾക്ക് വഖഫ് ബോർഡും ഒക്കെ ഉള്ളപ്പോൾ പ്രമുഖ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തുക്കളുടെ നിയന്ത്രണവും ഭരണവുമെല്ലാം കനോൺ നിയമപ്രകാരമാണ്. ക്ഷേത്ര സ്വത്തുക്കളിൽ അമിതാവേശം കാട്ടുകയും ഭണ്ഡാരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനും കണക്കുകൾ പരിശോധിക്കാനുമെല്ലാം സർക്കാരിന്റെ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉള്ളപ്പോൾ പള്ളി നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു എത്തും പിടിയുമില്ല. മാത്രമല്ല, പള്ളി സ്വത്തുകൾ എത്ര എന്ന് പോലും സർക്കാരിന് അറിയില്ല. എല്ലാം മെത്രാന്മാർ മാത്രം അറിയുന്ന അതീവ രഹസ്യങ്ങളാണ്. വിശ്വാസികൾക്ക് സ്വത്തുക്കളിൽ അവകാശം നൽകിയില്ലെങ്കിലും പള്ളികളുടെ സ്വത്തുക്കളിൽ സർക്കാർ തലത്തിൽ ഒരു ഭരണ നിയന്ത്രണ സംവിധാനം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് ജസ്റ്റിസ് VR കൃഷ്ണൻ അധ്യക്ഷനായിരുന്ന നിയമപരിഷ്കരണ കമ്മീഷൻ കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ 2009 ശുപാർശ ചെയ്തത്. ഇത് സർക്കാർ മന്ത്രിസഭാ ഉപസമിതിക്ക് വിടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ മാറുകയും UDF അധികാരത്തിലെത്തുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ ബില്ല് നിയമമാക്കാൻ നടപടികൾ കൈക്കൊണ്ടില്ല. ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെ ചർച്ച് ആക്ട് നടപ്പിലാക്കുന്നതിന് ശക്തമായ സമ്മർദ്ദം ചെലുത്താനാണ് ക്രൈസ്തവ സമൂഹത്തിലെ പുരോഗമന സംഘടനകളുടെ നീക്കം. ക്രൈസ്തവ സഭകളുടെ ഭരണത്തിൽ പൗരോഹിത്യ ഏകാധിപത്യമാണെന്നും വിശ്വാസികൾക്ക് പ്രാതിനിധ്യമില്ലെന്നുമാണ് ചർച്ച് ആക്ട് ബില്ലിനെ അനുകൂലിക്കുന്നവരുടെ വാദം. വിദേശ ഫണ്ട്, വിവിധ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ പുരോഹിതർ തങ്ങളുടെ ഇഷ്ടാനുസരണം വിനിയോഗം ചെയ്യുന്നു. ഇത് ധൂർത്തിനും അഴിമതിക്കും ഇടവരുത്തുന്നു. ചോദ്യം ചെയ്യുന്നവരെ സഭാവിരുദ്ധരായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് വിശ്വാസികളുടെ ട്രസ്റ്റിന് ഭരണത്തിൽ അധികാരം നൽകുന്ന ചർച്ച് ആക്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യമുയരുന്നത്. രാജ്യത്ത് ക്രൈസ്തവരൊഴികെ മറ്റെല്ലാ മതവിഭാഗക്കാർക്കും അവരുടെ സമൂഹ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന് നിയമമുണ്ട്. ദേവസ്വം ബോർഡ്, വഖഫ് ബോർഡ് എന്നിവ അതിന് ഉദാഹരണങ്ങളാണ്. ഓരോ സഭകളും അവരുടേതായ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കത്തോലിക്ക സഭ വത്തിക്കാൻ നിയമമാണ് പിന്തുടരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. കാലങ്ങളായി ചർച്ച് ആക്ടിന്റെ മുറവിളി ഉയരുന്നുണ്ടെങ്കിലും പൊള്ളുന്ന വിഷയമായതിനാൽ സർക്കാരുകൾ മൗനം പാലിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് പള്ളി സ്വത്തുക്കളുടെ കാര്യത്തിൽ കോടതി പരാമർശം നടത്തിയത്. എല്ലാ പള്ളികളും സ്മാരകങ്ങളായി മാറ്റണം. ഇത് പള്ളികളിലെ പ്രാർത്ഥനയോ വിശ്വാസത്തെയോ ബാധിക്കില്ല. തർക്കങ്ങൾക്ക് പള്ളികളിലെ പ്രാർത്ഥനയുമായി ബന്ധമുണ്ടാകില്ലെന്നും കോടതിയുടെ വാക്കാലുള്ള പരാമർശമുണ്ടായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.